ഇന്നത്തെ വീഡിയോക്ക് എന്ത് ടൈറ്റിലാണ് കൊടുക്കുക എന്ന് കറക്റ്റ് അറിയില്ല. രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് റൂമിലെത്തിയപ്പോൾ നല്ല കാലാവസ്ഥ, നല്ല ലൈറ്റൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. കുറച്ച് ദിവസങ്ങളിലായിട്ട് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ വീഡിയോ അല്ല, 2 വീഡിയോ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ടേബിളിലുള്ള ബുക്കും ഒക്കെ ഒന്ന് ശരിയാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ അതൊന്നും ചെയ്തില്ല. ഇതുപോലെ പിന്നേന്ന് വിചാരിച്ച് വെച്ച 2-3 കാര്യം കൂടെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണം. അപ്പം നമ്മുടെ സ്ഥിരം പരിപാടി എഴുതി വെക്കുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. എനിക്ക് എന്താണെന്നറിയില്ല, എഴുതി വെച്ചാൽ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയ പോലെ തോന്നും. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ആ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, ന്യൂസ് പേപ്പറിന്ന് വിദ്യ എന്നുള്ള കോളം അതിലുള്ള പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കലണ്ടറിൻ്റെ കുറച്ച് ഓർഡേഴ്സ് വന്നതിനൊപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് എഴുതി വെക്കണം കാര്യങ്ങളൊക്കെ. മാത്സിൽ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു ടോപ്പിക് എടുത്ത് അത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി. ഇന്ന് പറ്റിയാൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടണം എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. പറ്റുമോയെന്നറിയില്ല, എന്നാലും ഞാൻ ലിസ്റ്റിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ലൈറ്റൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മെയിൻ ക്യാരക്ടർ വൈബ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ എനർജിയൊക്കെ തോന്നി. കലണ്ടറിൻ്റെ കാര്യമൊക്കെ ഫസ്റ്റ് തന്നെ എഴുതി വെക്കാന്നുള്ള രീതിയിൽ ഞാൻ അതൊക്കെ ഒന്ന് നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതി. പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്ന വിറ്റാമിൻ ഡി ഒക്കെ കൊണ്ടിരുന്ന. അടുത്തത് ന്യൂസ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയി. നവംബർ മാസത്തെ വിദ്യയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഡിസംബർ ആയില്ലേ, ഇനിയിപ്പം ഡിസംബർ ലാസ്റ്റ് ആകുമ്പം ഡിസംബറത്തെ വിദ്യയൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നവംബറത്തെ. ഇതൊക്കെ ഇനി വായിക്കാനൊരു സമയം കണ്ടെത്തണം. ശനിയോ ഞായറോ അല്ലെങ്കിൽ അന്നന്ന് വരുന്ന വിദ്യ അന്നന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കഴിയും. ഇത് ഞാൻ ആഴ്ചയിൽ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നീട്ടി വെച്ച് ഇപ്പോൾ ഒരു മാസത്തത് കട്ട് ചെയ്തെടുക്കുകയാണ്. സംഭവം ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, ഒരു 5 മിനിറ്റിൽ കഴിയും. പക്ഷേങ്കിൽ തുടങ്ങാനുള്ളൊരു പ്രയാസം. അപ്പോൾ വിദ്യയൊക്കെ എടുത്തു വെച്ച് ബാക്കി ന്യൂസ് പേപ്പറൊക്കെ എടുത്ത സ്ഥലത്ത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. റൂമിൽ നിന്നാകെ ഇത്ര ദൂരമേ ഉള്ളൂ ഇവിടെ വന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഞാൻ ഇതൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വ്ളോഗൊക്കെ കണ്ടിരുന്നു, കുറച്ചധികം നേരം വ്ളോഗൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ ചാനലും പിന്നെ വേറൊരു ചാനലും ഉണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. അപ്പം ഞാൻ വെറുതെ കണ്ടിങ്ങനെ ഇരുന്നു. റൂമിലെത്തി. ആ സൈഡിലുള്ള ജനാല അങ്ങനെ തുറക്കാറില്ല. പക്ഷെങ്കിൽ ഇന്നെന്തോ എനിക്ക് തുറക്കാൻ തോന്നിയിട്ട് ഞാനതൊക്കെ ഒന്ന് തുറന്നു വെച്ചു. ഇനിയാണ് ലിസ്റ്റിലുള്ള ഏറ്റവും വലിയ ടാസ്ക്, ഇതൊന്ന് വൃത്തിയാക്കണം. ബുക്കൊക്കെ ഇങ്ങനെ കുന്നുപോലെ വെച്ചിട്ട് ഇതെപ്പോഴാ താഴേക്ക് വീഴുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. പരിതാപകരമായ അവസ്ഥയാണത്. വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എല്ലാം അവിടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെ പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതൊരു മോട്ടിവേഷനായിട്ട് എടുത്തിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ടാസ്ക്കാണോ അതൊക്കെ ഒന്ന് ചെയ്യാം. നോട്ട്ബുക്കും റാങ്ക് ഫയലും പിന്നെന്താ സ്റ്റഡി മെറ്റീരിയലും ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എല്ലാം സെക്ഷനാക്കി എടുക്കാനൊക്കെ നല്ലോണം പണിപ്പെട്ടിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയലും സാധനങ്ങളൊക്കെ ഈ ഒരു ഫയലാണ് എൻ്റെ കയ്യിലുള്ളത്. അതിലേക്കെല്ലാം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പ്രിൻറ്റിൻ്റെ മഷി ആ ഫയലിൽ പറ്റി നിൽക്കുന്നുണ്ട്. അത് വേറൊരു പ്രിൻറ്റിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു സാധാ പേപ്പറൊക്കെ അവിടെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി പേപ്പേഴ്സൊക്കെ. ഇനി അവിടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ച് പേപ്പേഴ്സൊക്കെ ഞാൻ കളഞ്ഞുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഇങ്ങനത്തെ ഒരു
പലകയുണ്ട് വീട്ടിൽ. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഞാൻ എപ്പോഴൊന്നും എടുക്കാത്ത റാങ്ക് ഫയലൊക്കെ വെക്കാറ്. ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് കാണാൻ. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചെറിയൊരു കാറ്റ് പോലെയൊക്കെ വന്ന് ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സിലെടുത്ത നോട്ടും പിന്നെ റാങ്ക് ഫയലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ റാങ്ക് ഫയലും എടുത്ത് വെച്ചിട്ടുണ്ട്. മാത്സ് ആയതുകൊണ്ട് തന്നെ എഴുതി നോക്കാനൊക്കെ ന്യൂസ് പ്രിൻ്റ് വേണം. എനിക്കിപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും ന്യൂസ് പ്രിൻ്റ് വേണം. പോയിന്റ്സ് ഒക്കെ ആണെങ്കിലും ഞാൻ വെറുതെ ഇങ്ങനെ എഴുതി വെക്കും. ഇത് ചെറിയൊരു ടോപ്പിക്കാണ്. അന്ന് ക്ലാസ്സിലെടുത്ത ടോപ്പിക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി. PSC ഒക്കെ പഠിക്കുന്നവർക്ക് ഇതെന്ത് ടോപ്പിക്കാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. പിന്നെ കലണ്ടറിന് കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ഞാൻ ഓർഡർ വരുന്നൊന്നും അത്ര പ്രതീക്ഷയില്ലായിരുന്നു. ഒരു 2-3 ഓർഡർ എന്തായാലും വരുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഓർഡേഴ്സൊക്കെ തന്നതിന് ഒന്നുകൂടെ താങ്ക് യു. അപ്പം അതൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പാക്ക് ചെയ്യുന്നതും ഡിസ്പാച്ച് ചെയ്യുന്നതും ഒക്കെ എടുക്കുമായിരിക്കും. എന്നിട്ട് ചെയ്ത കാര്യമൊക്കെ ഞാൻ ഒന്ന് നോക്കി. അതിൽ റീൽസ് ചെയ്യുന്ന ഒഴിച്ച് ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാണുന്നത് നെക്സ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പോൾ സ്കൂൾ സിലബസ് ഒക്കെ ഉള്ള ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായി. അതിൽ നിന്ന് ഇന്നൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ബുക്കിൻ്റെ കൂടെ തന്നെ ഈ ഒരു 2023 ഡയറിയാണ്. പക്ഷേ എഴുതി പഠിക്കാനൊക്കെ ഇത് മതിയല്ലോ. 150 റുപ്പീസിന് ഇതും വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നും നല്ല കാലാവസ്ഥയായിരുന്നു. രാവിലത്തെ വെയിലായതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാല് ചാപ്റ്റർ വെച്ചാണ് സാധാരണ എക്സാം നടത്താറ്. അപ്പം അതിൽ ഒരു ചാപ്റ്റർ രാവിലെ അങ്ങ് പഠിക്കാമെന്നുള്ള രീതിക്കാണ് ഞാൻ നോക്കുന്നത്. ബുക്കൊക്കെ വാങ്ങിച്ചപ്പോൾ തന്നെ വാങ്ങിച്ചതാണ് ഈ 3 ഹൈലൈറ്റർ പെന്ന്. പേസ്റ്റൽ ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഹൈലൈറ്റർ ഇല്ല. അപ്പം എന്തായാലും വേണ്ട കാര്യമല്ലേ എന്ന് വിചാരിച്ച് അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ പഠിച്ചൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഓർമ്മ വന്നിട്ടുണ്ട്. എന്നാലും മറന്നുപോയ കാര്യങ്ങളുണ്ട് അതിൽ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്തായാലും ഒരു ന്യൂസ് പേപ്പർ കയ്യിൽ വേണം. അപ്പോൾ വെറുതെ പഠിച്ച പോയിന്റ്സ് മാത്രം ഒരു വേർഡായിരിക്കും, അതെനിക്കൊന്ന് എഴുതി നോക്കണം. അപ്പം ഞാൻ ഒരു ന്യൂസ് പേപ്പറും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഹൈലൈറ്റർ പെന്നൊക്കെ ഉപയോഗിച്ച് അവിടെ ഇവിടെയൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ മാർക്ക് ചെയ്തൊക്കെ വെച്ച് ഇങ്ങനൊരു അവസ്ഥയാണ് എൻ്റെ ടേബിളിൽ. നല്ല ലൈറ്റ്. എന്നോട് സ്റ്റഡി വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ഇങ്ങനെ കമൻസ് കാണാറുണ്ട്. പക്ഷെ ഞാൻ അത്രയും പ്രൊഡക്റ്റീവായിട്ട് പഠിക്കുന്നില്ല. കഴിഞ്ഞ സ്റ്റഡി വ്ളോഗ് ഞാൻ ചെയ്തല്ലോ. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പ്രൊഡക്റ്റീവാണെങ്കിൽ ബാക്കി 6 ദിവസത്തെ കാര്യം പറയാത്തതാണല്ലേ. കാരണം അത്രയും പരിതാപകരമായ അവസ്ഥയായിരിക്കും 6 ദിവസം ഉണ്ടാവും. അപ്പം സ്റ്റഡി വ്ളോഗ് ചെയ്യാം. ക്രിസ്മസിൻ്റെ എക്സാം വരുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഒരു സ്റ്റഡി വ്ളോഗ് അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റ് വന്നപ്പം ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേങ്കിൽ എനിക്കെന്തോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ അത്രയും പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ നാളെയാണെന്ന് തോന്നുന്നു ക്രിസ്മസ് എക്സാം വരുന്നത്. അതായത് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം, അതായത് നാളെയാണ് എക്സാം വരുന്നത്. ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും. അതായത് എക്സാമിൻ്റെ അന്നായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ഉറങ്ങല്ല, ബുക്കുണ്ട് അവിടെ. അപ്പം ഞാൻ ബുക്കിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്ലോ ക്ലിപ്പ് കിട്ടിയതിന് ശേഷം എല്ലാ വീഡിയോസിലും ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഒന്നിൽ തലയിൽ കുത്തുന്നത് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തലയിൽ കുത്തിയത് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് സഹിക്കുക. കാരണം എനിക്ക് ആ വീഡിയോയിൽ ആ ക്ലിപ്പും കൂടെ കാണുമ്പം ഒരു ഭംഗി തോന്നുന്നുണ്ട്. എന്താ അറിയില്ല, എനിക്കൊരു മൊത്തം ആ ക്ലിപ്പുമിലാണ് ആ വീഡിയോൻ്റെ ഭംഗി എന്നൊക്കെ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല എൻ്റെ തോന്നലാണോ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എല്ലാ വീഡിയോസിലും ഈ ക്ലിപ്പ് മാറി മാറി ഉപയോഗിച്ചേക്കാം. വീണ്ടും പറയാണ്, വീഡിയോ പോസായതല്ല, ഉറങ്ങിപ്പോയതുമല്ല. എന്താ ഞാനിങ്ങനെ ഒരു സ്റ്റാച്യു പോലെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്. കുറേ കാലമായി ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട്. അപ്പം ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഒരു സുഖം.
അപ്പം നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആകെ 4 പേജുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം അതൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഹൈലൈറ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. കാരണം നമ്മൾ ഇന്നലെ ശരിയാക്കിയ ഡെസ്ക് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തിയിൽ വേണമല്ലോ. നേരത്തെ എടുത്ത ന്യൂസ് പ്രിൻറ്റിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. ആകെ 4 പോയിൻറ്റ്സോ അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പഠിക്കുമ്പം ഇതിൽ തന്നെ പോയിൻറ്റ്സ് എഴുതാമല്ലോ. പോയിൻറ്റ്സ് അല്ല, ടോപ്പിക്ക് അത് മാത്രമേ എഴുതുന്നുള്ളൂ. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എനിക്കിനി പുറത്ത് പോകാനുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇതെന്താ ഇപ്പം എത്ര വെയിൽ വരുന്നത് എന്നറിയില്ല. പക്ഷേ ഞാൻ അവിടെ സ്കെയിൽ വെച്ചപ്പോൾ ഈ ഒരു റെയിൻബോ ഒക്കെ വന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. എജു മാർട്ടിൽ പോകാനുണ്ടായിരുന്നു. കലണ്ടറിന് വേണ്ട സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് മെയിനായിട്ട് പോയത്. അവിടെ ഇങ്ങനെ കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഫ്രോഗിൻ്റെ ക്ലോക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇതിൽ ആ പിങ്ക് ക്ലോക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഓൾറെഡി അങ്ങനത്തെ ക്ലോക്ക് ഉണ്ട്. എന്തായാലും വന്നതല്ലേ, അപ്പം മൊത്തത്തിലൊന്ന് കാണാമെന്നുള്ള രീതിക്ക് എല്ലാം ചുറ്റി കണ്ടിട്ടുണ്ട്. കുറേ നല്ല സാധനങ്ങളുണ്ട്. വാങ്ങാനും തോന്നിയിട്ടുണ്ട്. എല്ലാം വാങ്ങാൻ തോന്നിയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ കുറേ നാൾക്ക് ശേഷം കാണുകയാണ്. ഞങ്ങൾ 4 പേര്. ഒരാൾ ഞാൻ പറഞ്ഞില്ല എറണാകുളത്താണ്. അപ്പം ഞങ്ങൾ 4 പേരും ഇടയ്ക്കൊക്കെ കാണും. എന്നാലും കുറേ കാലത്തിന് ശേഷം കണ്ടാണ്. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ച് സംസാരിച്ചു. അവിടെ ഒരു അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിങ്ങനെ കുറച്ച് നേരമൊക്കെ കഥ പറഞ്ഞു. പിന്നെ ഫാൻസിയിൽ പോകാനുണ്ടായിരുന്നു. അവിടെ പോയി. അവിടെ ആണെങ്കിൽ കുറേ കമ്മലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കല്ല സാധനം വാങ്ങാനുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഉള്ളതൊക്കെ നോക്കിയിരുന്നു. ഈ കമ്മൽ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ വാങ്ങിയിട്ടില്ല, അവിടെ തന്നെ എടുത്ത് വെച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ ക്രിസ്മസ് ഡെക്കോറൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ഞങ്ങൾ നോക്കി. അത്രയൊക്കെയാണ് അന്ന് നടന്നത്. പിന്നെ ഞങ്ങൾ 2 ബസ് കയറി. 2 പേര് 2 ബസ് കയറി പോയി. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഈ 3 വാഷി ടേപ്പ് വാങ്ങി. പിന്നെ ഈ ഗമ്മിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതവിടെ കണ്ടപ്പോൾ ഞാനങ്ങ് എടുത്തു. പിന്നെ ഈ ഒരു നൂല് പോലത്തെ സാധനം വാങ്ങിച്ചു. ഇത് 2 ടൈപ്പാണ്. അതും വാങ്ങി. പിന്നെ ഈ എൻവലപ്പും വാങ്ങി. പിന്നെ മെയിൻ സാധനം സ്റ്റാൻഡും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. വീട്ടിലെത്തിയപാട് അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു കവറിലാക്കി ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.